ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് മധുരക്കിഴങ്ങും ഒരു മുട്ടയും വെച്ച് നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ റെസിപ്പി തയ്യാറാക്കാനായിട്ട് 2 ചെറിയ മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് നമുക്കത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തൊലിയൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് നല്ലോണം കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇഡലി പാത്രം വെച്ച് അതിലേക്ക് പകുതി വെള്ളം വെച്ചതിന് ശേഷം നമുക്കതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാമേ. ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് നല്ലോണം അങ്ങ് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ആവി കയറ്റി വേവിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും കൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കാം കേട്ടോ. കണ്ടല്ലോ, ഇത് നല്ലോണം അത് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാമേ. ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു സ്നാക്സ് റെസിപ്പി തയ്യാറാക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഷുഗർ ഉള്ളവർക്ക് പോലും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് കേട്ടോ. അറിയാമല്ലോ, നല്ല മധുരമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നതാണ് ഷുഗർ ഉള്ളവർക്ക് കഴിച്ചിടും. പക്ഷെ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ പൊട്ടറ്റോ എല്ലാം നല്ലോണം പൊടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇടിയപ്പത്തിന്റെ പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അത് ഒരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ആഡ് ചെയ്യാമേ. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ. അതിട്ടതിന് ശേഷം നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ച് നമുക്കിത് നല്ലോണം അങ്ങ് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം കണ്ടല്ലോ, ഇതേ ഒരു പരുവത്തിൽ വേണം നമുക്കിതങ്ങ് കുഴച്ച് കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ മധുരമുള്ള ഒരു റെസിപ്പിയാണ്. അതുകൂടാതെ ഈ മധുരം ഉണ്ടെങ്കിലും ധാരാളം നാരുകളും അന്നജവും ഒക്കെ കൂടുതലായി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അവർക്ക് ഇതേപോലെ വൈകുന്നേരങ്ങളിൽ ഒരു സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് പോലും തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇത് റെഡിയാക്കിയതിന് ശേഷം അതിൽ നിന്നൊരു ചെറിയ ബൗൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം കൈയുടെ നടുക്ക് വെച്ച് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈഡൊക്കെ നമ്മൾ കൈ കൊണ്ട് ചെറുതായിട്ട് ഒന്നിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഒരു കട്ട്ലറ്റിന്റെ ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള മാവുകളെല്ലാം അതേപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു ബൗൾ എടുക്കുക, ചെറുതായിട്ട്, അതായത് ചെറിയൊരു ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ കൈയുടെ നടുക്ക് ഭാഗത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു കട്ട്ലറ്റിന്റെ രൂപത്തിൽ വരും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഈ ബാക്കിയുള്ള മാവുകളെല്ലാം അതേപോലെ അങ്ങ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി കുട്ടികൾക്ക് പോലും കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ് കേട്ടോ ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. മധുരക്കിഴങ്ങ് നമ്മൾ വെറുതെ അവിച്ച് കൊടുക്കാനും നല്ലതാണ്. അതുപോലെ അങ്ങനെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾ സിമ്പിൾ ആയിട്ട് കഴിച്ചോളും കേട്ടോ. വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കണ്ണുകൾക്കൊക്കെ നല്ലതാണ് കേട്ടോ. കണ്ണിൽ ചെറിയ മങ്ങലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ് കേട്ടോ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ മസ്റ്റ് ആയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കേണ്ട ഒരു ഫുഡാണ് ഇത്. കിട്ടിയാൽ നിങ്ങൾ എന്തായാലും തനിയെ ഒന്ന് ആവിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കി കഴിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ അതെല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഈ മാവുകളെല്ലാം കൂടെ ഇതേപോലെ സെറ്റ് ചെയ്ത് അതേപോലെ ഒരു കട്ട്ലറ്റിന്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കുക. കട്ട്ലറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത്, അതായത് ചെറുതായിട്ട് നിറം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാമേ. അധികം സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി കിട്ടും കേട്ടോ. നമ്മുടെ പാത്രത്തിന്റെ അകലം അനുസരിച്ച് നമുക്ക് ഒരു സമയം എത്ര എണ്ണം വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഒരു 5 എണ്ണം വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീഡിയം ഫ്ലെയിമിലിട്ട് അത് ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കത് തിരിച്ചിട്ട് മറു സൈഡും കൂടെ നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണേ.
വളരെ ഈസി ആയിട്ട് ചെയ്യാം. കുട്ടികൾക്ക് തൊട്ട് വലിയ മുതിർന്നവർക്കും ഷുഗർ ഉള്ളവർക്കും പോലും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ്. നമ്മുടെ വയറുമായിട്ട് സംബന്ധപ്പെട്ട എന്ത് അസുഖങ്ങൾക്കും നല്ലൊരു ഫുഡാണ് കേട്ടോ. അപ്പം മസ്റ്റ് ആയിട്ടും സ്വീറ്റ് പൊട്ടറ്റോ കിട്ടുകയാണെങ്കിൽ മിസ് ചെയ്യരുത്. എല്ലാവരും എന്തെങ്കിലും സ്നാക്സ് റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റും ഒരു മുട്ടയും കൂടെ ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി തന്നെയാണ്. വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് ഇതേപോലെ അങ്ങ് തയ്യാറാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഇതേപോലെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അവർ എന്തായാലും മനസ്സിലാക്കില്ല കേട്ടോ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചാണ് തയ്യാറാക്കിയെന്ന്. അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ അതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കറക്റ്റ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അസലൊരു കട്ട്ലറ്റിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. മുട്ടയും കൂടെ വരുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ്. മസ്റ്റ് ആയിട്ടും വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. മുൻപോട്ട് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ആണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.